ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് സംശയം ഉണ്ടാവില്ലേ? അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മളുടെ മെറ്റലിൻ്റെ ഹെയർ ബോൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്ന് ഒരു പ്രത്യേക ഡേ ആയിട്ടുള്ളൊരു വർക്കും കൂടിയാണ് ഇന്നത്തെ വർക്കിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ പിന്നെ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള റൂൾസോട് കൂടിയിട്ട് നിങ്ങൾ കാണുക. അപ്പം ഞാൻ ഒന്നുമല്ല, ഇനി അതിൻ്റെ ട്വിസ്റ്റ് ഞാൻ പറയാം. നമ്മൾ ഇതിൽ ഗിവ് എവേ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗിവ് എവേക്ക് അതിൻ്റേതായിട്ടുള്ള റൂൾസുകളുണ്ട്. പ്രത്യേകിച്ച് റൂൾസുകളൊന്നുമില്ല, എങ്കിലും ചെറിയ റൂൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഈ ഒരു വർക്കിന് പിറകെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പം നമ്മൾ വർക്ക് ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയർ എന്ന് പറയുമെന്ന് അറിയില്ല, അത്യാവശ്യം കനത്തോട് കൂടിയിട്ടുള്ളതാണ്. ഒരു 8 mm ആണോ എന്തോ ആണ് കേട്ടോ. അത്യാവശ്യം കനമുണ്ട്. എന്താ പറയുക, കനം പറയുമ്പോൾ നമുക്ക് വളച്ചെടുക്കാനൊക്കെ ഇത്ര പ്രയാസമായിരുന്നു. നമ്മളെ കയ്യിലുണ്ടായിരുന്നത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. നമ്മളത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മളെ കയ്യിലുണ്ടായിരുന്ന ബാൻഡ് എലാസ്റ്റിക്കാണ് കേട്ടോ. ഗിയർ വയർ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാൻഡ് എലാസ്റ്റിക്കിൻ്റെ റോള് കണ്ടതുകൊണ്ടാണ് ഉണ്ടെന്നുള്ളൊരു സമാധാനത്തിലിരുന്നത്. പക്ഷേ കുറച്ച് ഭാഗം മാത്രമേ നമ്മളെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് ഇത് എങ്ങനെയായാലും ഈ വർക്ക് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് നമ്മളിത് അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടുത്ത ഷോപ്പുകളിൽ നിന്ന് കിട്ടിയ സംഭവം ഇതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരാൾ നമ്മളോട്, അതിനിപ്പോൾ ഒരാളായാലും രണ്ടാളായാലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഏറ്റെടുത്തിട്ടുള്ളത്. എന്ത് ടാസ്ക് ആയാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വർക്ക് ഏറ്റെടുത്തത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഡിസൈനാണ്. ഈ ഒരു വൈറ്റ് ബീഡ് വെച്ച് ചെയ്യുന്ന ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ വൈറ്റ് ബീഡാണുള്ളത്. അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാറ്റിൻ്റെ റിബൺസാണ് പർപ്പിളിൻ്റെത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പർപ്പിൾ നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു പർപ്പിളിൻ്റെ ബീഡ്സുകളുണ്ട്, അത് വെച്ചിട്ട് ചെയ്ത വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞ വീഡിയോ ഇല്ല, നമ്മൾ ചെയ്തിട്ട് വേണമെന്ന്. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുമെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അത് ഇന്ന് മാത്രമല്ല, തുടക്കം മുതലേ ഉള്ളതാണ്. പക്ഷേ നമ്മളാരും അത് അറിയാതെ പോയി എന്നുള്ളതാണ്. ഇപ്പോഴുള്ള നമ്മളെ മക്കൾക്കാണ് അതിനെക്കുറിച്ചെല്ലാം ഐഡിയ ഉള്ളത്. ഓരോ ദിവസങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിലകളോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്നും ജീവിച്ചു പോകുന്നത്. പക്ഷേ നമുക്കതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറ്റ് ബീഡ് ഇൻക്ലൂഡ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പർപ്പിൾ ബീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഫുള്ള് ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഫുൾ ഓർഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് സാധനം എത്തിച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ അവർക്ക് ഒരു 2 ഓർഡറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് എത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ കൊറിയർ ചാർജ് എല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം കൂടി കസ്റ്റമറെ അടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരോട് പറഞ്ഞതെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാനൊരു ചെയ്യുന്നൊരു വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് മിനിയാന്ന് അപ്ലോഡ് ആക്കേണ്ടിയായിരുന്നു. പക്ഷേ എന്താ പറയുക, അവർ ചോദിച്ചത് കൊണ്ടാണ് ഇന്നും വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാം. അവർക്ക് അത്രയും അത്യാവശ്യം ആയതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു കമ്പിയുടെ പ്രശ്നം എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. കാരണം അത് ഇത്തിരി കനം കൂടിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് അത്ര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ചുറ്റിയെടുക്കാനും എല്ലാം പാടായിരുന്നു കേട്ടോ. നമ്മളുടെ ഗിയർ വയർ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചുറ്റിയെടുക്കുകയും ചെയ്യാം. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ കുറച്ചിടായിട്ട് നമ്മൾ ഈ ഒരു ഗിയർ വയർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പിലോട്ട് 3 പെറ്റൽസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പെറ്റൽസ് നമ്മൾ നല്ല രീതിക്ക് തന്നെ കൈവച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കിൻ്റെ ബട്ടനും സബ്സ്ക്രൈബ് അതുപോലെ ബെല്ലൈക്കനോ അതൊന്നെല്ലാം ഒന്നുകൊണ്ട് പ്രസ് ചെയ്തോളൂ കേട്ടോ. കാരണം നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും വീഡിയോസ് കാണുന്നുണ്ടെന്നല്ലാതെ ലൈക്ക് ചെയ്യുന്നില്ല, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മറന്നു പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വാഭാവികമായിട്ട് മറന്നു പോവുകയാണോ അതോ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വലത് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓരോ ചിഹ്നങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കണം. അതിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ ഒന്നും ആവില്ല, പക്ഷേ അത് നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെയായിട്ട് ഇടത് സൈഡിലും വലത് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇടത് സൈഡിൽ ലൈക്ക് ബട്ടണും വലത് സൈഡിലായിട്ട് സബ്സ്ക്രൈബ് ബട്ടണും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചിടുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ഗിവ് അവേ ഉണ്ടല്ലോ, ഗിവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. വെയിറ്റിങ്ങിലാണ്, കാരണം നമ്മൾ ഈ ഒരു വർക്കിൻ്റെ ഭാഗം ഒന്ന് കടന്നോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇത്തിരി പാടോട് കൂടിയിട്ടാണ് ഞാൻ ആ ഒരു ഹാർട്ട് ബീഡ് അതിലോട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം അത് ഇത്തിരി കനം കൂടിയ മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ റിസ്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുന്നതിലും ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഞാനത് ഇത്തിരി തപ്പിപ്പയോട് കൂടിയിട്ടാണ് ഓരോ വർക്കുകൾ ചെയ്യുന്നതെങ്കിലും, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം നിങ്ങൾ ഈ ഓരോ വർക്കും ചെയ്യുന്നത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ബിസിനസ് ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ആ വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ നമ്മൾ ഇന്നലെ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നമ്മൾ ഗിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഗിറ്റ് എന്ന് പറയുമ്പോൾ ആ ഗിറ്റിന് വരുന്ന റേറ്റ് ഷിപ്പിംഗ് ഉൾപ്പെടെ 380 രൂപയാണ്. അതിൽ കാണിച്ചിട്ടുള്ള 28 ഐറ്റംസ് മെറ്റീരിയൽസോളം അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഷിപ്പിംഗ് ഉൾപ്പെടെ 380 എന്ന് പറയുന്നത്. അതിൽ ഇനി 4-5 സീറ്റും കൂടി ബാക്കി, 4-5 പേർക്കുള്ള പാക്കിങ്ങും കൂടി ബാക്കിയുണ്ട്. 10 പേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ആ മെറ്റീരിയൽസ് നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മളത് എല്ലാം, നിങ്ങൾക്കറിയാലോ 10 പേക്ക് തന്നെ ചെയ്തെടുക്കാമെന്ന് പറയുമ്പോൾ എത്രത്തോളം ഓരോന്നിന്നും 10 അതും ബീഡ്സുകൾ 11 ഐറ്റംസാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. തൊട്ട് മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. ഓക്കെ, എന്നിട്ട് ആ ഗിറ്റ് ഒരു 4-5 സീറ്റും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ശേഷം അറിയിക്കാം കേട്ടോ. കാരണം ഇപ്പം നമുക്കൊരു പാക്കിങ് ടാസ്ക്കാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കും. പിന്നെ വെറുതെ ചോദിച്ച് ആരും വരണ്ട കേട്ടോ. കാരണം എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഹെഡിങ് കണ്ടതിന് ശേഷം മാത്രം ചാടി കയറി മെസ്സേജ് അയക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ പറയാൻ കാരണം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിനെല്ലാം റീപ്ലൈ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അവരൊന്നും മനസ്സിലാക്കാതെയാണ് ആ ഒരു കിറ്റിൻ്റെ റേറ്റ് ചോദിച്ചുകൊണ്ട് വരുന്നതും പിന്നീട് അവർ പറയാമെന്ന് പറഞ്ഞു പോകുന്നതും. അപ്പോൾ അത് ഓരോരുത്തരും മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിങ്സ് അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം നിങ്ങളും ഇതേ ഒരു സ്റ്റേജിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മളുടെ സമയം വെറുതെ നിങ്ങൾ വേസ്റ്റാക്കി കളയരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയോട് കൂടിയിട്ട് അത്യാവശ്യം നമ്മളെ തന്നെ വില ഇല്ലാതെ ഒരിക്കലും കാണരുത്. കാരണം ഞാൻ അതിലെല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയും വന്നുകൊണ്ട് ആ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്തുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്ക് അയച്ചുകൊണ്ട് ഇതിനെന്താ റേറ്റ് എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എന്ത് പറയും. കാരണം നമ്മളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണത്. അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ചോദിച്ചില്ലെങ്കിൽ വേണ്ടിയില്ല, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് വെറുതെ റീപ്ലൈ കൊടുത്ത് എന്താ പറയുക, നമ്മളുടെ സമയങ്ങൾ വേസ്റ്റ് ആക്കാനില്ല. അതുകൊണ്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉള്ളതെന്ന് വെച്ചാൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾ വന്ന് ചോദിക്കുക. അതൊരു മര്യാദ ഉള്ള പരിപാടിയാണ്. അല്ലാതെ വെറുതെ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ചോദിക്കാൻ നിൽക്കരുത്, ദയവ് ചേർന്ന്. ഓക്കെ, അപ്പോൾ ഇനി 4-5 പേക്കും കൂടി ഉണ്ട്. വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക. കാരണം ഒരു ബിഗ്നേഴ്സ് ആയിട്ടുള്ള വ്യക്തിക്ക്, ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്കുള്ള എല്ലാ ഐറ്റംസും അതിൽ ഇൻക്ലൂഡാണ് കേട്ടോ. ഗ്ലോ ഇല്ല, ഗ്ലോ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ്. കാരണം പിന്നെ നമ്മളെ കയ്യിലുള്ളത് ഗ്ലോ ഗണ്ണാണ്. അപ്പോൾ അത് ഇത്തിരി എന്താ പറയുക, നിങ്ങൾക്ക് കോസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിൽ അത് ചെയ്തെടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇത് സ്റ്റെക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഓഡിയോ തരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ. ഓരോ ടൈമിൽ ഓഡിയോ തരും, എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും ഓഡിയോ തരും. അങ്ങനെയാണ് ഒരു ടൈമിൽ തന്നെ ഇരുന്ന് നമ്മൾ ഓഡിയോ തരിക എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.
ഓക്കെ. അപ്പോൾ ഈ ഒരു വൈറ്റ്, പിന്നെയും ഞാൻ പറയുന്ന കാര്യം അതാണ്, ഈ ഒരു വൈറ്റിന് പകരം നിങ്ങൾ പർപ്പിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിചാരിച്ച അതേ സെയിം രീതിയിൽ തന്നെ ആ ഒരു കളറ് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. നല്ല രീതിക്ക് നമ്മൾ ഈ വളച്ചെടുക്കുന്ന ടൈമിലൊക്കെ ഒത്തിരി പാടുപെട്ടിട്ടാണ് കേട്ടോ ഇത് വളച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇത്തിരി ഹാർഡോട് കൂടിയിട്ടുള്ളൊരു മെറ്റീരിയലാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചുറ്റിയെടുക്കുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളുടെ ഗിയർ വയർ വെച്ചിട്ടാവുമ്പോൾ അത് നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ ഒരിക്കലും കാണൂല. അത് നല്ലോണം നിങ്ങൾക്കറിയാം നൈസായിട്ടുള്ളൊരു മെറ്റലായതുകൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഓവറായിട്ടൊന്നും എടുത്ത് കാണിക്കാത്തത് അതിൽ. പക്ഷേ ഇത് ഇത്തിരി പാടാണ് കേട്ടോ. ഇത് ഭയങ്കര പാടായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് എന്ത് ടാസ്ക് നേരിട്ടും അത് ചെയ്യും എന്നുള്ള ഒരു ലക്ഷ്യത്തിലായതുകൊണ്ട് അത് ചെയ്യാൻ ഇറങ്ങിയതാണ്. പക്ഷെ ആരെക്കൊണ്ടും കഴിയില്ല കേട്ടോ. കാരണം ഒത്തിരി കയ്യിനൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ വളച്ച് തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ. എന്നതിന് ശേഷം നമ്മൾ കൈ വെച്ചൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഇതിൽ ഇത്തിരി ടാസ്ക് ആയിട്ടുള്ളത്. വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. കാരണം എല്ലാം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേ മതിയാവുള്ളൂ. കാരണം ഞാൻ ഓരോ ഭാഗം, ഇപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ സ്പീഡാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം എന്നോട് കസ്റ്റമർ വന്ന് ചോദിക്കൽ ആ ഒരു ഭാഗം മനസ്സിലായില്ല എന്ന് പറയും. അപ്പോൾ വീണ്ടും ഞാൻ അവർക്കത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വോയിസ് കൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മളുടെ ഗിവ് അവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മുതലാണ്ട് സ്റ്റാർട്ടാക്കിക്കുകയാണ് നമ്മൾ ഗിവ് അവേ. ഇന്ന് ഡേറ്റ് വരുന്നത് 28-ാം തീയതിയാണ്. ജൂലൈ 28 നമ്മളുടെ ഗിവ് അവേ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. ഡെയിലി ആഴ്ചയിലായിരിക്കും നമ്മളുടെ നറുക്കെടുപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഈ കാണുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ഈ കാണുന്ന വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റുകളും ഞാൻ വായിച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ ഞാൻ സെലക്ട് ആക്കിയിട്ട് ആണ് ഞാൻ നറുക്കെടുക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ സെലക്ട് ആക്കും. സെലക്ട് ആക്കിയ ശേഷം അത് നറുക്കെടുത്തിട്ടാണ് ഞാൻ അതിലെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. ആ വിന്നറിന് ഞാൻ നൽകുന്നത് ഓരോ വീഡിയോസിൽ നിന്നും, അത് ഈ ഒരു ആഴ്ച എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിട്ട വീഡിയോ ആവാം, എല്ലാം ആവാം. ഇന്ന് മുതലാണ് നമ്മളുടെ ഗിവ് അവേ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോകൾ, നാളെ ഇനി വേറെ വീഡിയോ ആവും. അപ്പോൾ ഓരോ വീഡിയോസിന് താഴെയുള്ള കമൻറ്റുകൾ എടുത്തിട്ട്, നല്ല കമൻറ്റുകൾ, ഓരോ വീഡിയോസിന് താഴെയുള്ള നല്ല നല്ല കമൻറ്റുകൾ സെലക്ട് ആക്കിയിട്ട് ഒരാഴ്ചത്തെ വീഡിയോയിലുള്ള കമൻറ്റുകൾ എടുത്തിട്ട് അതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റുകളും എത്രത്തോളം ഉള്ളതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം വിലയിരുത്തുക. എന്നതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിരിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നിങ്ങൾ വെറുതെ എല്ലാം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ കമൻറ്റിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി ഓരോ വീഡിയോസിന്. ഇന്ന് മുതൽ 28-ാം തീയതിയാണ്. ഇന്നിപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ള ശനിയാഴ്ചയാണ്, ഞായറാണ്. അടുത്ത ഞായർ വരെയാണ് അതിൻ്റെ ടൈം. ഓക്കെ. തിങ്കളാഴ്ച നമ്മൾ ലൈവിൽ വന്നിട്ടായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യണത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇന്ന് മുതൽ നമ്മൾ ഞായറാഴ്ച വരെ, വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ ഞായറാഴ്ച വരെ ഇടുന്ന വീഡിയോസിന് താഴെ ഇടുന്ന ഓരോ വിലപ്പെട്ട കമൻറ്റുകൾക്ക്, അത് ഇനി എങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ആ ഒരു കമൻറ്റിൽ നിന്ന് നമ്മൾ ഓരോ വീഡിയോസിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ നമ്മൾ സെലക്ട് ആക്കും. അപ്പോൾ 3 കമൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 3 കമൻറ്റ് സെലക്ട് ചെയ്യും. അതൊന്നും പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് എത്ര കമൻറ്റാണോ, ഇനി 5 ആണെന്നുണ്ടെങ്കിൽ 5. അപ്പോൾ ആ ഒരു കമൻറ്റ് എടുത്തിട്ട് നമ്മളത് അതുപോലെ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ കമൻസും എന്ന് പറയുമ്പോൾ നല്ല കമൻറ്റ് എഴുതിയിട്ടുള്ള ആളുകളെ എല്ലാ കമൻസും നമ്മൾ സെലക്ട് ആക്കിയിട്ട് നമ്മൾ നറുക്കെടുത്തിട്ട് അവിടെ നിന്നാണ്ട് ഇന്ന് മുതലാണ് സ്റ്റാർട്ടിങ്, അതും കൂടി മനസ്സിലാക്കുക. ഇന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ ആ ഒരാഴ്ചത്തേക്ക് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസിലുള്ള മെറ്റീരിയൽസ് ഏതാണോ അതായിരിക്കും ഞാൻ നിങ്ങളിലേക്ക് അയച്ചു തരുന്നത്. നറുക്കെടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന സമ്മാനം അതാണ്, മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് മുതൽ ഒരാഴ്ചത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസ് ഏതാണോ ആ ഒരു മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് നമ്മൾ ഗിവ് അവേ വിന്നറിനുള്ള മെറ്റീരിയൽസ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ.
അപ്പോൾ ഇന്ന് മുതൽ തന്നെ തുടങ്ങിക്കോളൂ. ഇനി മിസ് ചെയ്യാതെ ഓരോ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാം, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ, ഒരാഴ്ചത്തെ വീഡിയോസിൽ വേറെ ബുദ്ധിമുട്ടുകൾ വീണ്ടും പറയുകയാണ്, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടെങ്കിൽ ഒരാഴ്ചത്തെ വീഡിയോസിൻ്റെ താഴെയുള്ള ഇഷ്ടപ്പെട്ട കമൻറ്റുകളെല്ലാം സെലക്ട് ആക്കിയിട്ട് അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് വിന്നറെ സെലക്ട് ചെയ്യും. ഓക്കെ, അതും തിങ്കളാഴ്ച ഇൻഷാല്ല തിങ്കളാഴ്ച ലൈവായിട്ടായിരിക്കും നമ്മൾ വിന്നറെ പ്രഖ്യാപിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ മെറ്റീരിയൽസ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്, പക്ഷേ അവരെ കൊണ്ട് വാങ്ങാൻ കഴിയാതാവുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെക്കാളും താഴെയുള്ള ആളുകളുണ്ട്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെക്കാട്ടും മുകളിലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യേണ്ട. നമ്മളെക്കാട്ടും താഴെയുള്ള ആളുകളുണ്ട്, അവർക്ക് എന്താണോ അവർക്കൊരു വരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടെങ്കിലും ആ ഒരു മനസ്സോട് കൂടിയിട്ടെങ്കിലും നിങ്ങൾ നമ്മളുടെ വീഡിയോസ് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്നിപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അവർക്കതൊരു ഉപകാരമാവും. നിങ്ങൾ അവരിലേക്ക് ആ വീഡിയോസ് വാട്സപ്പ് വഴി ആയാലും ഏത് രീതിയിലായാലും നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോസ്. അപ്പോൾ അവർ ഇന്ന് മുതൽ ആ ഒരാഴ്ചത്തെ വീഡിയോ അവർ അതിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കാണോ അത് അടിക്കുക, നിങ്ങൾക്കാണോ അടിക്കുക എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആർക്കാണോ അർഹതപ്പെട്ടത് അവർക്കായിരിക്കും ആ കിട്ടുക. അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. കാരണം ഇന്ന് മുതൽ സ്റ്റാർട്ടാക്കുന്ന ഓരോ വർക്കിൻ്റെ മെറ്റീരിയൽസും ആയിരിക്കും ആ ഒരു ഗിഫ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആ ഒരു ഇത് നിങ്ങൾക്ക് സെലക്ട് ആക്കാൻ കഴിയില്ല, പക്ഷെ ഞാനാണത് സെലക്ട് ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ വീഡിയോസിൽ കാണുന്ന വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ വീഡിയോസിലും ചെയ്യുന്ന വർക്കുകളുടെ മെറ്റീരിയൽസ് ആയിരിക്കും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക. ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്കാണ്, ആഴ്ചകളിലായിട്ടാണ് നമ്മൾ നറുക്കെടുപ്പുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഓരോ വീഡിയോസും കണ്ടു തുടങ്ങിക്കോളൂ. ഇതിൽ ഒരിക്കൽ നിങ്ങൾക്ക് വിന്നറാവാൻ തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് അതോ ലൈനായിട്ട് ഹാർഡ് ബീഡും വൈറ്റ് ബീഡും ആ ഭാഗത്തേക്ക് നിങ്ങൾ പ്യുവറായിട്ട് പർപ്പിൾ മാത്രം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. നിങ്ങൾ വിചാരിച്ച ആ ഒരു കളറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ചെയ്യും. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ആ കമ്പിക്ക് ഇത്രയും കനം കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പ്രയാസം തോന്നിയിട്ടുണ്ട് ആ ഒരു വർക്ക്. പക്ഷേ എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനിവിടെ ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു വൈറ്റ് പോളൻസും ലാവണ്ടർ ആണ് കേട്ടോ, അത് പർപ്പിളല്ല എങ്കിലും ഒരു പർപ്പിളിൻ്റെ ഒരു ഇതിലോട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോളൻസിൽ എടുക്കാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഈ ഒരു വർക്ക് ഈ ഒരു കമ്പി വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു കമ്പി എടുത്ത് കാണിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് മറയണം, ആ ഒരു രീതിയിലാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. പോളൻസ് നമ്മൾ ആ ഒരു സെൻറ്ററിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതേ അല്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് മാത്രം ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഭാഗത്ത് വെക്കാനായിരുന്നു. അതുപോലെ ഈ സെൻറ്ററിലുള്ള ഭാഗം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഒരു സെൻറ്ററിലായിട്ട് ടോട്ടൽ 4 ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു 2 ചെയ്തപ്പോൾ തന്നെ കൈയെല്ലാം ആകെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ കമ്പിക്ക് ഇത്തിരി ആഡായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് വെച്ചിട്ട് പ്ലാനിങ് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ, ഈ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ സെൻറ്ററിൽ കൊടുത്ത ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ളത് ഇഷ്ടമായില്ലാണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ആ ഫസ്റ്റ് ടൈം ചെയ്തതുണ്ടല്ലോ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ്, അത് തന്നെ അവിടെ 2 കൂടി ടോട്ടലി 4 അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഞാൻ വെച്ചൊരളവിലേക്ക് നിങ്ങൾ വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം പ്രത്യേക ഒരു ഡിസൈനോട് കൂടിയിട്ട് തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് അതുപോലെ ഞാൻ തന്നെ ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മെറ്റീരിയൽസ് കൈ കിട്ടുമെന്ന് വിചാരിക്കണം. റീസ്റ്റോക്ക് ചെയ്യണം എങ്ങനെയായാലും. കാരണം ഒത്തിരി മെറ്റീരിയൽസ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ചെയ്യാണ് നമുക്ക് നല്ലത്. ഇത് ഒറ്റയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് ഷിപ്പിംഗ് ഉണ്ടാവും. നമ്മളെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കണം എങ്ങനെയാണ് അതേ അവസ്ഥ തന്നെയാണ് നമുക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഷിപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങളുണ്ട്. വേറെ മെറ്റീരിയൽസ് ഞാൻ അന്വേഷിക്കുന്നത് പറഞ്ഞല്ലോ, ഇൻഡിപെൻഡൻസ്ഡ് ആയിട്ട് ഗ്രീനും ഓറഞ്ചെല്ലാം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ
ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലുള്ള റേറ്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ ഒരു റേറ്റിൽ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 10 രൂപ വെച്ച് എനിക്ക് തരാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്തിരി ടാസ്ക്കാണ്. 1 പാക്കിന് വരുന്നത് 800 രൂപ, 900 രൂപയ്ക്കാണ് 1 പാക്കിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായതുകൊണ്ട് ഏത് റേറ്റും കൊടുത്ത് വാങ്ങേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മളിത് നല്ല രീതിക്ക് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തല്ലോ, ഈ ഒരു ഭാഗം ചെയ്തപ്പോൾ ഈ ഒരു ലൈന് നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്നില്ല. ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ഡിസൈൻ ഇനി സ്കിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്കിപ്പ് ചെയ്ത് കളയാമെന്ന്. പക്ഷേ സ്കിപ്പ് ചെയ്യേണ്ട, ഈ ഒരു മെത്തേഡ് തന്നെ മതി എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാ ഗീർ വയർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. നമ്മൾ അതിലോട്ട് വലിച്ച് മുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് പിന്നീട് ഓവറായിട്ട് എടുത്ത് കാണിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും വരില്ല. അത് ഈ വീഡിയോയിൽ വീണ്ടും ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കത് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എനിക്കത് നല്ലോണം തോന്നിയിട്ടുണ്ട്. കാരണം എടുത്ത് കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ നമ്മളുടെ പോളൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു മെറ്റീരിയൽ പുറത്തോട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിങ് കുറയും. അപ്പോൾ അതില്ലാതിരിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ തന്നെ ഇതിന് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഈ ഒരു രീതിയിൽ മാത്രം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ അതിൽ ബാക്കി കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ക്ലിയറായി ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് സിമ്പിളാണ് ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഇതിലും ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തെടുത്തപ്പോൾ ഒന്നുകിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നാലിനും ടോട്ടലി ചെയ്തെടുക്കുക, എന്നിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്ററിൽ വന്നിട്ടുള്ള ഭാഗം കൊടുക്കുക. ബാക്കി പോളൻസ് ഇതൊന്നും ആഡ് ചെയ്യേണ്ടെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഈ ഒരു ഗീർ വയർ എടുത്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ പോളൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആ ഭാഗം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അത് അതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ നമുക്ക് ഗീർ വയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലാം ലോക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഇത്തിരി കനം കൂടിയതായതുകൊണ്ടാണ് നമ്മൾ അത് ഓവറായിട്ട് ചുറ്റാഞ്ഞത്. കാരണം അത് ഇത്തിരി ഫിനിഷിങ് കുറവായിരിക്കും കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യം മാത്രമാണ്. ഇങ്ങനെ ഒരു ഫ്ലവർ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ വെച്ച് നോക്കണത് നിങ്ങൾ കണ്ടില്ലേ, അതേ ഒരു സെയിം മെത്തേഡാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചത് വേറെ, നടന്നത് വേറെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇത് ഫൈനലിലോട്ട് എത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പ്രത്യേക ഒരു ഡിസൈൻ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിന് പറഞ്ഞ് സമ്മതിക്കാൻ ഇത്തിരി പാടായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച ഒരു രീതി അതല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ ചെയ്ത രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് നമ്മളുടെ ബീഡ്സിൻ്റെ കളറിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ല ഭംഗിയോട് കൂടിയിട്ട് വേറൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നല്ല രീതിക്ക് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഗിവ് കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട. അതിൽ നിങ്ങളെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, നമ്മളത് നിർത്തുന്നില്ല. ഇന്ന് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്, ഫസ്റ്റ് മുതൽ 1, 2 എന്നുള്ളതിൽ ഇന്ന് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആഴ്ചകളിലാണ് നമ്മൾ നറുക്കെടുക്കുക. അതിൽ നറുക്കെടുക്കുന്ന വിന്നറിന് നമ്മൾ കൊടുക്കുന്നത് ആ ഒരാഴ്ചത്തെ മെറ്റീരിയൽസ് ആയിരിക്കും. ആ ഒരാഴ്ചയിൽ എന്തെല്ലാം മെറ്റീരിയൽസ് ആണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു മെറ്റീരിയൽസ് ആവും കേട്ടോ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആണ് നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ നല്ല കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, നമുക്ക് നല്ല കമൻറ്റ് മീൻസ് ഉദ്ദേശിച്ചത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റുകളായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടമായ കമൻറ്റ് ഞാൻ സെലക്ട് ആക്കിയിട്ടായിരിക്കും ഞാൻ അതിൽ നിന്ന് വിന്നറെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ റൂൾസ് കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ ഏത് ഭാഗമാണ് ഇഷ്ടമായതെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു മെത്തേഡ് മാത്രമാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ബാക്കി ഭാഗം വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തിൻ്റെ അത്ര മറ്റേ ഭാഗം എനിക്ക് ഇഷ്ടമായി ഉണ്ടായിരുന്നില്ല. പോളൻസ് ആഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, പെറ്റൽസ് ആയിട്ട് ഫ്ലവർ തയ്യാറാക്കിയെടുത്തത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചതെല്ലാം നടന്നോളണമെന്നില്ലല്ലോ അല്ലേ. ചിലതെല്ലാം നടക്കും, ചിലത് നടക്കില്ല. അതാണ് നമ്മളുടെ അവസ്ഥ. ഓക്കെ, എന്നിട്ട് നമ്മളതിൻ്റെ താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ല അതെങ്ങനെയൊക്കെയാണ് കെട്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു 3 പെറ്റൽ വരുന്നതിൻ്റെ സെൻറ്ററിലോട്ടായിട്ടാണ് ആ ഒരു പോളൻസ് വരേണ്ടത് കേട്ടോ.
അപ്പോൾ എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലോണം അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സെൻറ്ററിലോട്ട് പോളൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചതല്ല. പക്ഷേ എന്ത് ചെയ്യാനാ, അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ആ ചുറ്റി കൊടുത്ത കമ്പി പുറത്തോട്ട് എന്താ പറയുക എടുത്ത് കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ആ കമ്പിയുടെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. കമ്പിയുടെ പ്രശ്നം കൊണ്ടാണ്. നമ്മളത് സാധാ നമ്മളുടെ റോൾ ഗിയർ വയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മളത് താഴോട്ടായിട്ട് ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ ഭാഗത്ത് ഹോളുണ്ടോയെന്നൊക്കെ. പക്ഷെ ഹോളൊന്നുമില്ല, നമ്മൾ ചുറ്റി കൊടുത്തതിൻ്റെ ഇടയിലൂടെ ആയിട്ട്. അപ്പോൾ ആ ജസ്റ്റ് ഐഡിയകളൊക്കെ നിങ്ങളിലേക്ക് വരേണ്ടതാണ്. അതിൻ്റെ ഇടയിലൂടെ ആയിട്ടാണ് നമ്മൾ ആ ഒരു പോളൻസ് ഇറക്കി കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് തന്നെ അതിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ബീഡ്സിലോട്ടൊന്നും ആഡ് ആവാതെ ആ ഒരു ഇടയിലൂടെ തന്നെ നമ്മൾ ചുറ്റാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നതിന് ശേഷം താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന്, വലിയ ടാസ്ക്കുള്ള പരിപാടികളോ ഒന്നല്ല കേട്ടോ. കാരണം നമ്മൾ ആ ഫസ്റ്റിൽ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് ഇത്തിരി ടാസ്ക്കാണ് എങ്കിലും കൂടിയിട്ട് ബാക്കി അതിൻ്റെ ഒരു ഫൈനൽ നല്ലൊരു രീതിക്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു മെത്തേഡാണ് ഞാൻ ഈ ഒരു ഹെയർ ബോൾ ഫുള്ളായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എന്താ പറയുക, എല്ലാം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പോരെ, അതേപോലെ ആയിട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതാക്കാമല്ലോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടില്ലേ, അത് പ്രത്യേക ഒരു ഭംഗിയില്ലേ. ആ ഒന്നുകിലേ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു പെറ്റൽസ് 4 പെറ്റൽസ് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പോളൻസ് ലാവൻഡർ പർപ്പിൾ ഒക്കെ ഉദ്ദേശിക്കാം വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അതിന് സെൻറ്ററിലോട്ട് മറ്റേ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നത് ആ ഒരു ഗിയർ വയറിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ കയ്യിലുണ്ടായിരുന്നൊരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ആ ഒരു ഹാർഡ് ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വൈറ്റ് ബീഡൊന്ന് വെച്ച് കൊടുക്കുകയാണ്. കാരണം അവിടെയും നമ്മൾ ആ ഒരു ഗിയർ വയർ ചുറ്റിയതാണ്. അപ്പോൾ അത് പുറത്തേട്ട് കാണുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാനൊരു ഹാർഡ് ബീഡ് വെച്ച് ഹാർഡ് ബീഡല്ല, വൈറ്റ് ബീഡ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഹാർഡ് ബീഡിൻ്റെ സെൻറ്ററിലായിട്ട്. ഓക്കെ, ഗിയർ വയർ ആകുമ്പോൾ, കനമില്ലാത്ത ഗിയർ വയർ ആകുമ്പോൾ അതിൻ്റെ താഴോട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ വലിച്ചു കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അത് താഴോട്ട് വലിഞ്ഞു പോകും. അപ്പം നമുക്കത് നമ്മൾ എന്ത് വെച്ചാണ് ചുറ്റിയെടുത്തിട്ടുള്ളതെന്നൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം ഫിനിഷിങ് ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക്. ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ അതേ ഒരു വർക്ക് നിങ്ങൾക്ക് നമ്മളുടെ സെൻറ്റർ ക്ലിപ്പിലോട്ട് ചെയ്യാം. അതുപോലെ ആലിഗേറ്റർ ക്ലിപ്പിലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സെൻറ്ററിൽ കൊടുത്ത ഒരു ഇതുണ്ടല്ലോ ഹാർഡ് ബീഡ്, അത് ഒരു ബീഡ് ഇട്ട് കൊടുത്താൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ പിന്നെ ആലിഗേറ്റർ ക്ലിപ്പ് ഒരു 7 സെൻറ്റിമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആ സെൻറ്റർ ഭാഗം സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റേതായിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒത്തിരി പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഇനി ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോസ് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സെൻറ്ററിലോട്ട് ഈ ഒരു പോളൻസ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ ചെയ്യുക, നമുക്കവിടെ ഗിയർ വയർ പുറത്തോട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ഒരു പോളൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഈ ഫസ്റ്റ് ടൈമിലുള്ള ഫ്ലവറാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, ആ ഒരു ബീഡ്സ് മാത്രം അങ്ങനെ കിടക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ബീഡ്സ് മാത്രം അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഓരോ ബീഡ്സും ഹാർഡ് ബീഡിൻ്റെ ഇടയിൽ ഒരു ഗിയർ വയർ ചുറ്റി കൊടുക്കുക, എന്നിട്ട് വൈറ്റ് ബീഡിൻ്റെ ഇടയിൽ ഗിയർ വയർ ചുറ്റി കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ ചുറ്റി ആ ഒരു ഹെയർ ബോയിലോട്ട് നല്ലോണം സ്പെൻഡ് ചെയ്ത് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വയറ് അതായതുകൊണ്ട് എല്ലാം പാളിപ്പോയിട്ടോ. അപ്പോൾ ഒരു തെറ്റ് ഏതൊരാൾക്കും പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ കൂട്ടിയാൽ മതി കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് പിന്നെ പറയുമ്പോൾ നിങ്ങൾ തോന്നും ഇത് ലാവൻഡർ ആണെന്നുള്ളത്. പക്ഷേ ലാവൻഡർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഞാനതാ പറഞ്ഞത് വീണ്ടും നിങ്ങൾ ജസ്റ്റ് ഡിസൈനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കളറുകൾ ഏകദേശം ഒരു കളറായിട്ട് ഉൾക്കൊള്ളിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചൊക്കെ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ. തൊണ്ടക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, തീരെ ഒരു ഇതില്ല കേട്ടോ. വോയിസ് കൊടുക്കുമ്പോഴൊന്നും ഒരു
എന്താ പറയുക ഒരു ഉന്മേഷക്കുറവ് പോലെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന അന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ ഈ ഒരു വോയിസ് വരുന്നത്. വീഡിയോ അപ്ലോഡ് ആക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതും കുഴപ്പമില്ല എന്നുള്ള തോന്നുന്നുണ്ട് അല്ലേ ജസ്റ്റ്. അപ്പോൾ ഒത്തിരി ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ഐഡിയയും കിട്ടണില്ല കേട്ടോ. കാരണം ഒത്തിരി സ്പീഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ടൂണ് കൊടുത്താൽ അതും ബുദ്ധിമുട്ടാണ്. കാരണം ടൂണ് കൊടുത്തു കഴിഞ്ഞാൽ ടൂണ് വേണ്ടാന്ന് എഴുതി വിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗിവ് അവേൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും വീഡിയോസ് എത്തിക്കുക. കാരണം അർഹതപ്പെട്ടവർ ആരാണോ അവരുടെ കൈകളിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാനുള്ളത് കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ട് നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ കഴിയും. അത് തീർച്ചയാണ് കേട്ടോ. നമുക്ക് ഇനി പണം തന്നെ വേണം എന്നില്ല ഒരാളെ സഹായിക്കാൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. കാരണം ഒരുപാട് ആളുകളുണ്ട് വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചാരിറ്റി ആയിട്ടല്ല ഞാൻ പറയുന്നത്, ചാരിറ്റിയിലൊന്നും ഇറങ്ങാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കണില്ല. എന്നതാൽ കഴിയുന്നത് ഞാൻ ഓരോ ചാരിറ്റികൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചാരിറ്റി ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കണില്ല കേട്ടോ. കാരണം അതിനൊന്നും നമുക്ക് ടൈം ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസ് അവരിലേക്ക് എത്തിക്കുക. അവർക്ക് അർഹതപ്പെട്ടിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ അത് കിട്ടും നറുക്കെടുപ്പിലൂടെ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതും നല്ല പ്രവൃത്തി തന്നെയാണ്, ഞാൻ ചെയ്യുന്നതും നല്ല പ്രവൃത്തിയാണ്. നിങ്ങൾ ചെയ്യുന്നതും ജസ്റ്റ് ഒരു ചാരിറ്റി ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ എല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കുന്നത് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ആ ഒരാഴ്ചത്തോടെ നമ്മളുടെ ഗിവ് അവേ അവസാനിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വലത് കാല് മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നിൽ തന്നെ തുടരും, പേക്കോട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വിന്നറാവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. പക്ഷേ പിറ്റത്തെ ആഴ്ച വരുമല്ലോ, അപ്പോൾ അതിൽ നിങ്ങൾ വിന്നറാവും. അതിൽ നിങ്ങൾക്കാകാൻ കഴിഞ്ഞില്ല ഉണ്ടെങ്കിൽ ഒരിക്കലും ടെൻഷൻ ആവണ്ട. ഇന്നല്ലെങ്കിൽ നാളെങ്കിലും നമുക്ക് കിട്ടുന്നുള്ളൊരു നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഇതിൽ പ്രവർത്തിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിന്നറാവാൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് പുതുതായിട്ടൊക്കെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസും കൂടിയാണ്. നമ്മൾ ഈ ഒരു ഗിവ് അവേനെ കുറിച്ച് ഇന്നലെ പറയേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. വോയിസ് കൊടുക്കുന്ന ടൈമുകളിൽ നമ്മൾ ഒന്നാമത് രാത്രി നട്ടപ്പാതിര സമയങ്ങളിലാണ് വോയിസ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ തന്നെ താനെ ഉറങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ രാവിലെയാണ് വോയിസ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അതിൽ പറയാൻ വിട്ടുപോയത്. പിന്നെ വീഡിയോ ഓൾറെഡി നമ്മൾ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ പരമാവധി വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും പറയാനുള്ളത് കേട്ടോ. കാരണം ഒരുപാട് ആളുകളുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് പുറത്ത് ഇറങ്ങി പോകാൻ കഴിയാത്ത അസുഖങ്ങൾ ബാധിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഒത്തിരി ആളുകൾ നമ്മൾ അങ്ങനത്തെ ഒരു കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു രീതിയിലും നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇതെന്നുള്ളത് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവരതിന് ശ്രമിക്കുന്നത് കേട്ടോ. കാരണം ശരീരം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളാവുമ്പോൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ആകുമ്പോൾ വല്ലാതെ പ്രശ്നങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. നമ്മളുടെ കൈയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് വലിയ മെനക്കെട്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരിങ്ങനെ ഒരു വർക്കിനെ ഇത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ്. എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.